ഈ ഒരു പ്ലാന്റ് കണ്ടോ, ഇതിൻ്റെ പേരാണ് ബട്ടർഫ്ലൈ വിങ് പ്ലാന്റ് അല്ലെങ്കിൽ ക്രിസ്റ്റിയ ഒബ്കോഡേറ്റ. ഇതിൻ്റെ ഇലകളുടെ പ്രത്യേകത കൊണ്ടാണ് ഈ പേര് കിട്ടിയത് കേട്ടോ. ബട്ടർഫ്ലൈ പ്ലാന്റ് എന്ന് പറഞ്ഞിട്ട് വേറൊരു പ്ലാന്റിനെ നമുക്ക് ഓൾറെഡി അറിയാമായിരിക്കും. ഇതിൻ്റെ പേരാണ് ഓക്സാലിസ്. നമുക്ക് പലർക്കും അറിയാവുന്നൊരു പ്ലാന്റാണ്. എന്നാൽ ഓക്സാലിസ് അല്ല ഇത് ബട്ടർഫ്ലൈ വിങ് പ്ലാന്റ് ആണ് അല്ലെങ്കിൽ ക്രിസ്റ്റിയ പ്ലാന്റ് ആണ്. അപ്പോൾ പല ടൈപ്പിലും ഉണ്ട് ഈ പ്ലാന്റ്. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറഞ്ഞാൽ ഗ്രീനിനകത്തൊരു പർപ്പിൾ സ്ട്രൈപ്പ് വരുന്നതുണ്ട്, പിന്നെ പർപ്പിൾ കളറായിട്ടുള്ളതുണ്ട്, മൾട്ടി കളറിലും ഒക്കെ ഉണ്ട് കേട്ടോ. മൾട്ടി കളറിലാണ് ഇതിൽ ഏറ്റവും ഭംഗിയുള്ളത്. മൾട്ടി കളറിലാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം ലീഫിൻ്റെ പല സ്റ്റേജിലും പല കളറായിരിക്കും ഇത്. അതുമാത്രമല്ല, ഇത് ഇങ്ങനെ നിൽക്കുന്ന കാണുമ്പോൾ ബട്ടർഫ്ലൈസ് ഇങ്ങനെ നിൽക്കുന്ന പോലെ അല്ലെങ്കിൽ കൂട്ടത്തോടെ ഇങ്ങനെ വന്നിരിക്കുന്ന പോലെയൊക്കെ തോന്നിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കെയറിങ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല ഡ്രെയിനേജ് ഉള്ള മണ്ണാണ് വേണ്ടത്. ഇൻഡയറക്റ്റ് സൺലൈറ്റും ആവശ്യമാണ്. എന്ന് വെച്ചാൽ വെള്ളം കെട്ടിക്കിടക്കാനും പാടില്ല, മോയ്സ്ചർ കണ്ടൻറ്റ് ആവശ്യവുമാണ്. അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. അപ്പം ചെടി ഇഷ്ടപ്പെട്ടെന്ന്